കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞ എക്കാലത്തെയും ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. താൻ ചുങ്കക്കാരനായിരുന്ന മത്തായി അല്ലെങ്കിൽ ലേവിയെ തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ ചെന്നിരിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ തങ്ങൾ നല്ല ദൈവകൃപയിൽ നിൽക്കുന്നവരും വിശുദ്ധരും എന്നൊക്കെ കരുതുന്ന ഒരു കൂട്ടം മനുഷ്യർ കൊള്ളുവേലാത്ത ഒരാളുടെ കൂടെ യേശു ആഹാരം കഴിക്കാൻ പോയിരുന്ന പ്രവൃത്തി കണ്ടപ്പോൾ കർത്താവായ യേശുവിനെ ശക്തമടങ്ങ് വിമർശിക്കാൻ തുടങ്ങി. ഈ വിമർശനത്തിന് നടുവിൽ യേശു പറഞ്ഞ മറുപടിയാണിത്: രോഗികൾക്കാണ് ഡോക്ടറെ കൊണ്ട് ആവശ്യമുള്ളത്. നമ്മുടെ ജീവിതം കുറവുകളുടെയും പ്രശ്നങ്ങളുടെയും കൂത്തരങ്ങാകുമ്പോൾ കൊള്ളാവുന്നവർ മാത്രം ഇങ്ങോട്ട് പോരട്ടെ, അല്ലാത്തവരൊക്കെ ഏതെങ്കിലും വഴി ഓടട്ടെ എന്ന നിലപാടുകാരനല്ല നമ്മുടെ കർത്താവ്. നിങ്ങൾ പ്രശ്നബാധിതരാണോ? നിങ്ങൾക്കാണ് കർത്താവിൻ്റെ അടുക്കൽ പോകാനുള്ള ഒന്നാമത്തെ ടിക്കറ്റ് ഇന്ന് നൽകുന്നത്. നിങ്ങൾ തകർന്നവരും പീഡിതരും നിന്ദിതരുമാണോ? നിങ്ങൾക്കാണ് യേശുവിൻ്റെ അടുക്കൽ ഇരിക്കാനുള്ള ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കർത്താവ് സെറ്റാക്കുന്നത്. ഇന്നത്തെ ദൂത് എല്ലാം തികഞ്ഞവർക്കുള്ളതല്ല. ഒരുപാട് പോരായ്മകളുണ്ടെന്ന് കരുതുന്നവരും ദൈവം എന്നെ സഹായിക്കുമോ എന്നുള്ളതായ സംശയനിഴലിൽ സ്വന്തം ജീവിതത്തിൻ്റെ വീഴ്ചകളുടെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരോടുമുള്ളതായ കർത്താവിൻ്റെ ആലോചനയാണ്. ഏറിയ സന്തോഷത്തോടെ ഞാൻ വിളിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ കേൾക്കാൻ. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹനിധിയായ എൻ്റെ പൊന്ന് യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. യേശു ഇടയനാണെന്നും യേശു വാതിലാണെന്നും യേശു കരുണാമയനാണെന്നൊക്കെ നമുക്കറിയാം. കർത്താവായ യേശു തന്നെക്കുറിച്ച് വിശദീകരിക്കുവാൻ തിരഞ്ഞെടുത്തതായ കുറേ വാക്കുകളുണ്ട്. ഞാൻ വാതിലാണ്, ഞാൻ ആടുകളുടെ വാതിലാണ്, ഞാൻ ഇടയനാണ്, നല്ല ഇടയനാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്. എന്നാൽ യേശു തന്നെക്കുറിച്ച് പറഞ്ഞ ഉള്ളവരുടെ മുമ്പിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഐ എം എ ഡോക്ടർ. ഞാൻ നല്ലൊരു ഫിസിഷ്യനാണ്, ഞാൻ നല്ലൊരു ഡോക്ടറാണ്. കർത്താവായ യേശു ഞാൻ നല്ലൊരു ഡോക്ടറാണെന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഒരു ഡോക്ടർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? രോഗികളുടെ കൂടെയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാം തികഞ്ഞവരുടെ കൂടെയല്ല. നമ്മളെല്ലാവരും കരുതുന്നത് അങ്ങനെയാണ്. ദൈവം ഒരു ഹൈജീൻ ക്യാരക്ടറായിട്ട് കുറവുകളുടെയും കുറ്റങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നവരെ ഉൾക്കൊള്ളാതെ നല്ല പുണ്യാളന്മാരെ മാത്രം ചേർത്ത് പിടിച്ച് അവരുമായിട്ട് ഒരു വട്ടമേശ സമ്മേളനത്തിനിരിക്കുകയും അങ്ങനെയുള്ള ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ളവരെ മാത്രം സോർട്ട് ചെയ്ത് തൻ്റെ കൂടെ ഇരുത്തി അവർക്കൊപ്പം സമയം ചെലവിടുകയും ചെയ്യുന്ന ഒരു അതിപുണ്യാള പരിവേഷത്തിലാണ് നമ്മളെല്ലാം ദൈവത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ധാരണകളിൽ വിലയിരുത്തിയിട്ടുള്ളത്. ഈ ധാരണകളെ പൊളിക്കാനാണ് യേശു ഇങ്ങോട്ട് വന്നത്. ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ദേവാലയ സദസ്സുകളിലെ കുന്തിരിക്ക ഗന്ധങ്ങളെക്കാൾ വിയർത്തു നിൽക്കുന്ന പച്ച മനുഷ്യൻ്റെ വിയർപ്പ് ഗന്ധത്തിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ അവനെ തേടി ഇറങ്ങി വന്നത്. മനുഷ്യൻ്റെ തുപ്പലടക്കം അവൻ്റെ കുഷ്ഠം അടക്കം സകലതിനെയും സ്പർശിക്കാനുള്ള സന്നദ്ധമായിരിക്കുന്ന മനോഭാവത്തോടു കൂടിയാണ് ദൈവകൃപ നമ്മളെ തേടി വന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ഇന്ന് നമ്മളെ മാറ്റി നിർത്താനല്ല, ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് കേൾക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ ദൈവം നിരസിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തിനകത്ത് അധർമ്മങ്ങളുണ്ടെന്ന് കരുതുന്നവരോടും കർത്താവിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരുപാട് ജീവിത വഴികളിലൂടെ ഓടുന്നത് കൊണ്ട് ഞാൻ തിരസ്കരിക്കപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്നവരോടുമാണ് ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നത്. നിങ്ങളെ കർത്താവ് പ്രത്യേക പരിഗണനയോടുകൂടെ ചേർത്ത് പിടിക്കുവാനും ശുശ്രൂഷിക്കുവാനും ആഗ്രഹിക്കുന്നു. യേശു പാപത്തെ സ്നേഹിക്കുന്നില്ല, പക്ഷെ പാപിയെ സ്നേഹിക്കുന്നു. യേശു രോഗത്തെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ രോഗിയെ ചേർത്ത് പിടിക്കാനും ശുശ്രൂഷിക്കാനും ആഗ്രഹിക്കുന്നു. യേശു വീഴ്ചകളെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ വീണവനെ എണീപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. യേശു തകർച്ചകളെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ തകർന്നവനെ പണിയാൻ ആഗ്രഹിക്കുന്നു. ഇതെൻ്റെ കർത്താവിൻ്റെ ഹോബിയാണ്, ഇതെൻ്റെ കർത്താവിൻ്റെ ഇഷ്ടപദ്ധതിയാണ്. കർത്താവായ യേശുവിൻ്റെ ജനനം അത് തകർന്ന മനുഷ്യനെ ഉദ്ധരിക്കാൻ വേണ്ടിയുള്ള ഒരു ദൈവ പദ്ധതിയായിരുന്നു. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച കുഞ്ഞിനെക്കുറിച്ച് ആട്ടിടയന്മാരോട് ദൂതന്മാർ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഒരു ന്യായാധിപൻ, ഒരു ജഡ്ജി ജന്മം എടുത്തിരിക്കുന്നു എന്നല്ല. ഹല്ലേലൂയ. അവിടെ ദൂതന്മാർ ആട്ടിടയരോട് പറഞ്ഞത് നിങ്ങൾക്കൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആർക്കാണ് രക്ഷകന്റെ ആവശ്യം? എല്ലാം തികഞ്ഞവർക്കല്ല, വീണുപോയവർക്കും തകർന്നവർക്കുമാണ്. പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർക്കാണ് രക്ഷപ്പെടുത്താൻ ഒരാളുടെ ആവശ്യകത അനിവാര്യമായിരിക്കുന്നത്. യേശുവിൻ്റെ രക്ഷകൻ എന്ന് ഏറ്റുപറയുന്ന ഓരോ വ്യക്തിയും എനിക്ക് കുഴപ്പങ്ങളുണ്ട്, ആ കുഴപ്പങ്ങൾക്ക് പരിഹാരകൻ യേശു മാത്രമാണെന്നുള്ളതാണ് പറയുന്നത്. സ്വന്തം കർത്തൃത്വങ്ങളിൽ വീഴ്ചകൾ വരുമ്പോഴാണ് യേശുവിൻ്റെ കർത്തൃത്വത്തെ നാം അംഗീകരിക്കുന്നത്. കർത്താവായ യേശു എൻ്റെ രക്ഷകൻ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ തോൽവികളിൽ നിന്ന് തിരികെ കയറാൻ യേശു മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കുന്നത്.
ദൈവമക്കളെ, യേശു ഒരു ആശുപത്രി തുറന്നിരിക്കുന്നു. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കൂ. കൂടുതൽ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലോട്ടൊന്നും ഓളിയിട്ടിറങ്ങി ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ഒരുപാട് വചനത്തിൻ്റെ ദൈവശാസ്ത്രപരമായ വിശദാംശങ്ങളിലേക്ക് പോകാതെ ലളിതമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കൂ. യേശു ഒരു ആശുപത്രി തുറന്നിരിക്കുന്നു. ആ ആശുപത്രിയുടെ പേര് ദൈവകൃപയുടെ ഹോസ്പിറ്റൽ എന്നാണ്. അവിടുത്തെ ഡോക്ടർ കർത്താവായ യേശുവാണ്. അവിടുത്തെ ഫാർമസിയുടെ പേര് കാരുണ്യം എന്നാണ്, ദൈവത്തിൻ്റെ കരുണ. ആ കരുണയുടെ പടിവാതിലിൽ ഏത് പാപിക്കും, ഏത് തകർന്നവർക്കും, ഏത് അറയ്ക്കപ്പെട്ട ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർക്കും കടന്നുചെല്ലാം. ദൈവത്തിൻ്റെ കാരുണ്യം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് ആനുപാതികമായി ഡോസ് കൂടിയോ കുറഞ്ഞോ എങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടും. അതായത് കർത്താവിൻ്റെ ഈ ഒരു സ്നേഹപരിചരണം നിങ്ങൾക്കിന്ന് ലഭ്യമാക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ, ഒരു ഡോക്ടർ ഏറ്റവും കൂടുതൽ രോഗികളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലെ യേശു വന്നിട്ട് പറയുന്നു, ഞാൻ പാപികളെ തേടിയാണ് വന്നത്, തകർന്നവരെ തേടിയാണ് വന്നത്, വീണവരെ തേടിയാണ് വന്നത്, ഒരിക്കലും ജീവിതത്തിൽ ഒരു അർത്ഥം ഇനി ഉണ്ടാകില്ലെന്ന് കരുതുന്നവരെ തേടിയാണ് ഞാൻ വന്നത്. ഞാൻ അവരോടുകൂടെയാണ് ആയിരിക്കേണ്ടത്. എന്തുകൊണ്ട്? എൻ്റെ ജോലി അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളപ്പം യേശു അവരുടെ ഇടയിൽ നിന്ന് മാറിയിരുന്നാൽ കാര്യം നടക്കുമോ? നടക്കില്ല. ഞാനൊന്ന് പറയട്ടെ, ഇന്ന് പകല് ഈ ദൈവാലോചന ഈ സമയം കേൾക്കുന്ന നിങ്ങളോടാണ് പറയുന്നത്. കർത്താവ് ഇതുവരെയും തൻ്റെ ആ ദൗത്യത്തിൽ നിന്ന് മാറിയിട്ടില്ല. തൻ്റെ രക്ഷാദൗത്യം യേശു തുടരുകയാണ്. തൻ്റെ ചികിത്സാ പദ്ധതിയിൽ യേശു ഇന്നും മുന്നോട്ട് പോവുകയാണ്. ഫലപ്രദമാകാത്ത നാട്ടുവൈദ്യമല്ല യേശു ഇവിടെ ആർക്കും നൽകുന്നത്. ഫലപ്രദമാകുന്ന, നിങ്ങളുടെ ആത്മാവിന് സൗഖ്യം നൽകുന്ന, രോഗശാന്തി തരുന്ന, ശാപമുക്തി തരുന്ന, ജീവിത സമാധാനം തരുന്ന, ആത്യന്തികമായിരിക്കുന്ന ആത്മാവിൻ്റെ തന്നെ ചികിത്സയാണ് യേശു എന്ന നല്ല ഡോക്ടർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. യേശുവിൻ്റെ ഈ ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ ആരോഗ്യവാന്മാരായ കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ കുറവുള്ളവരല്ല, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പൈസ ദൈവാലയത്തിൽ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തെ കൊണ്ട് വലിയ കാര്യവും, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിലെല്ലാം തികഞ്ഞവരാണ്. സത്യത്തിൽ എല്ലാം തികഞ്ഞവർക്ക് കരുണയുള്ള ദൈവത്തിൻ്റെ ആവശ്യമില്ല. കരുണയുള്ള ദൈവത്തിൻ്റെ ആവശ്യം ആർക്കാണ് വരുന്നത്? തകർന്നു പോകുന്നവനാണ് കാരുണ്യത്തിൻ്റെ ആവശ്യമുള്ളത്. എല്ലാം തികഞ്ഞവർക്ക് കാരുണ്യത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി എല്ലാം തികഞ്ഞവനാണെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓരോ പാപം ചെയ്യുമ്പോഴും കർത്താവ് എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ പാപിയായിട്ടല്ല പരിഗണിക്കുന്നത്. തന്നെയോ തൻ്റെ കാരുണ്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരുവനായിട്ടാണ് ദൈവം ആ മനുഷ്യനെ കാണുന്നത്. ദാവീദ് എന്ന് പറഞ്ഞ രാജാവ് ഒരിക്കൽ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കോണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഓരോ വീഴ്ചകൾ വരുമ്പോഴും കരയുന്നത് കാരുണ്യം തരണേ, കാരുണ്യം തരണേ, കാരുണ്യം തരണേ എന്നാണ്. അതായത് ഓരോ വീഴ്ചകളിലൂടെയും തെളിയിക്കപ്പെടുന്നത് എന്താണ്? ഞാൻ എന്നിൽ തന്നെ ബലവാനല്ല. എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ പതനങ്ങളിൽ എനിക്ക് ദൈവകാരുണ്യത്തിൻ്റെ അനിവാര്യതയും ആവശ്യകതയുമുണ്ട്. അപ്പോൾ ഞാനെല്ലാം തികഞ്ഞവനെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആത്മീയ അഹന്തയിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ഞാനെല്ലാം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നവൻ എന്നുള്ളതായ ആത്മീക നിഗളത്തിനല്ല ദൈവം പൂമാല കെട്ടുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഞാൻ സുരക്ഷിതനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനോഭാവത്തെയാണ് കർത്താവ് ഇവിടെ അംഗീകരിക്കുന്നത്. യേശു ഉള്ളതിനാൽ ഞാൻ സുരക്ഷിതനാണ്, യേശുവിൻ്റെ ഹൃദയരക്തം ചൊരിയപ്പെട്ടതിനാൽ ഞാൻ ഓക്കെയാണ്. ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ കഴിയട്ടെ. നമ്മൾ നമ്മുടേതായ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ദൈവം എന്തോ നമ്മുടെ മേൽ വാരിക്കുരി ചുരിഞ്ഞു തരുമെന്നുള്ള ഒരു മതചിന്താഗതിയുടെ തടവുകാരായി പോയതിൻ്റെ വേദനയിലാണ് ഇന്നും. നമ്മളെല്ലാം കരുതിയത് അങ്ങനെയാണ്. നമ്മൾ വിശുദ്ധരായാലേ ദൈവം ഏതാണ്ട് തരുകയുള്ളൂ, നമ്മൾ നല്ലവരായാലേ ദൈവം ഏതാണ്ട് ചെയ്യത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധരോ, നമ്മൾ നല്ലവരോ, നമ്മൾ ശ്രേഷ്ഠരോ ആകുന്നത് ഈ തമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ അരികിൽ നാം എത്തുമ്പോൾ മാത്രമാണ്. യേശുവിനെ കൂടാതെ ആർക്കും നല്ലവരാകാൻ കഴിയില്ല. യേശുവിനെ കൂടാതെ ആർക്കും വിശുദ്ധരാകാൻ കഴിയില്ല. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിനാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ നിൽക്കാൻ കൊതിക്കുന്ന നമ്മുടെ ഈ ഒരു ശരീരം, നമ്മുടെ താല്പര്യങ്ങൾ, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഈ തീവ്രമായി ദൈവകൃപയിൽ നിൽക്കാനുള്ളതായ നമ്മുടെ താല്പര്യത്തെ കൊടന്നാക്രമിക്കുന്ന പാപസുഖങ്ങളുടെ ഒരു ഇടപാട് നമ്മുടെ ജീവിതത്തിൽ കയറി വരും. ആ ഇടപാടിനെ മനസ്സിലാക്കിയവരാണ് വിശുദ്ധരെല്ലാം. ആ പ്രശ്നത്തെ നേരിട്ടവരാണ് സകല ദൈവഭക്തന്മാരും. അവരിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പെന്താണ്? നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു എന്ന നല്ല കാര്യസ്ഥൻ നമുക്കുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായതിനാൽ അവൻ നമ്മളെ സഹായിപ്പാൻ തക്കവിധം കാരുണ്യമുള്ളവനാണ്, കരുണയുള്ളവനാണ്.
അപ്പോൾ വീണുപോകുന്ന നിമിഷങ്ങളിൽ അടിയന്തരമായ സഹായം തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നിൽക്കുന്നു. കരുണയുടെ ഉറപ്പ് നമ്മളെ എഴുന്നേൽക്കാൻ പ്രാപ്തരാക്കുന്നു. മുന്നോട്ടേക്ക് പോവുക. ഈ യാത്രയിൽ നിന്റെ കാലിടറി വീണാലും നീ മുന്നോട്ടേക്ക് തന്നെ പോകണം. നിന്റെ ജീവിതത്തിനകത്ത് നീ പരിപൂർണമായി ആഗ്രഹിക്കുന്ന ദൈവിക വിശുദ്ധിയുടെ ആ ഒരു ചൈതന്യത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിലുള്ള തേജസ് നിങ്ങളുടെ ശരീരത്തെ കൂടെ കവരുന്ന വിധത്തിൽ, വെളിപ്പെടുന്ന നിലയിൽ, മൂടുന്ന നിലയിൽ പരിപൂർണ തേജസ്കരണമായി നിങ്ങളുടെ ആത്മാവിലെ തേജസ്സിൻ്റെ അനുഭവം നിങ്ങളുടെ ശരീരത്തെ കൂടെ സ്പർശിക്കാൻ പോകുന്നത് എപ്പോഴാണ്? നമ്മൾ പുതിയൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്ന, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ കടന്നു വരവിലാണ് ആ കാര്യം നടക്കുന്നത്. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്ന ആ ഒരു ദൈവപ്രവൃത്തി, ആ ശരീര രൂപാന്തരീകരണത്തിൻ്റെ പൂർണ്ണതയുടെ തേജസ്കരണം, പുത്രത്വത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് നാം പ്രവേശിക്കുന്ന ആ ഒരു സന്തോഷം നമ്മുടെ മേൽ സംഭവിക്കുന്ന ആ ഒരു ദിവസം വരെ നമുക്ക് ഈ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകും, നമ്മൾക്ക് ഈ ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകും. എന്നാൽ അപ്പോഴും ഒരു ഡോക്ടർ ഇവിടെ റെഡിയാണ്. പതനങ്ങളും പോരായ്മകളും മുറിവുകളും ഉണ്ടാകുമ്പോൾ തത്സമയം ചികിത്സിച്ചുകൊണ്ട് ആ ഡോക്ടർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആമേൻ. എത്ര ആരോഗ്യപരമായി ജീവിച്ചാലും പനി വരുന്നുണ്ടെങ്കിൽ, മുറിവുണ്ടാകുന്നുണ്ടെങ്കിൽ, മറ്റ് ബലഹീനതകൾ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഡോക്ടർക്ക് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ പോകുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിൻ്റെ ഡോക്ടർ ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. രോഗികൾക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളെ, വീഴ്ചകളെ യേശു ചികിത്സിക്കുകയാണ്. ആമേൻ. നിങ്ങൾ ബലമുള്ളവരാകാൻ അവിടുന്ന് നിങ്ങൾക്ക് മെഡിസിൻ തരികയാണ്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് യേശു പറയുന്നു. ഓരോ വീഴ്ചയുടെ നേരത്തും നമുക്ക് പറയാം, എനിക്ക് കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് ദൈവ കരുണയുടെ ആവശ്യകതയുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഫാർമസിയിൽ നിന്ന് എനിക്ക് മെഡിസിൻ്റെ ആവശ്യമുണ്ട്. ദൈവമേ, എനിക്ക് ഇച്ചിരി കൂടിയ ഡോസിൽ കാരുണ്യം തരണമേ. കർത്താവ് അത് നമുക്ക് തരും. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, അതുകൊണ്ട് തത്സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള വരം ലഭിപ്പാനുമായി ധൈര്യത്തോടെ നാം കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. യേശു പറയുന്നു, കയറി വരിക, ഞാനിവിടെ ഉണ്ട്. കൃപാസനം നിങ്ങളെ തിരിച്ചോടിക്കുന്ന ഇടമല്ല. ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ഓടിക്കുന്ന ഇടമല്ല. കയറി വാ എന്ന് പറയുന്ന വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നൊരു വേദിയാണ്. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ ഞാനിവിടെ പര്യവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നു. ദൈവം എന്താണ് നമ്മളിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ ആക്ടിവിറ്റികളുടെ എണ്ണത്തിലല്ല ദൈവരാജ്യത്തിൻ്റെ ഗ്രേസ് മാർക്ക് നമ്മുടെ മേൽ വീഴുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിലും നൈർമല്യതയിലും നിങ്ങളുടെ മനസ്സിൻ്റെ വിശുദ്ധിയിലാണ് ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുന്നത്. ഇന്ന് രാവിലെ പുറമേ നിങ്ങൾക്ക് ഒത്തിരി പോരായ്മകളുള്ളപ്പോഴും ഉള്ളിൻ്റെ ഉള്ളറകളിൽ നിങ്ങൾ എന്താണോ അതിനെ ദൈവം വില വെക്കുന്നു, അതിനെ ദൈവം മൂല്യത്തിനായി തിരഞ്ഞെടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാവിലത്തെ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ തകർന്നവരും ദുരിതം അനുഭവിക്കുന്നവരും പാപത്തിൽ വീണു പോകുന്നവരും ജയിക്കാൻ ശ്രമിച്ചിട്ടും ഞാനൊരു പരാജയം മാത്രമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരും കയറി വരണം, ധൈര്യത്തോടെ വരണം. യേശു നിങ്ങളെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ്, യേശു എന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കർത്താവ് എൻ്റെ വരമാണ് കാത്തിരിക്കുന്നത്. ആമേൻ. ഞാൻ വരണമെന്നതാണ് ദൈവം എന്നെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന പ്രതീക്ഷ. ഞാനത് കംപ്ലീറ്റ് ചെയ്യും. നമ്മളെല്ലാം തികഞ്ഞിട്ട് കർത്താവിലേക്ക് വരാൻ കാത്തിരിക്കുമ്പോൾ യേശു പറയുന്നത്, എൻ്റെ ക്രൂശ് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് നീ കുറവുള്ളവനായതുകൊണ്ടാണ്. നിന്റെ തകർച്ച നിമിത്തമാണ് എൻ്റെ കാൽവറിയിലെ രക്തം ഞാൻ നിനക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. തികഞ്ഞവർ വരുമെന്നല്ല, കുറവുള്ളവർ വരുമെന്നാണ് യേശുവിൻ്റെ രക്തം ഉദ്ഘോഷിക്കുന്നത്. വീണുപോയവർ എഴുന്നേറ്റ് വരട്ടെ, വീണുപോയവർ, തകർന്നു പോയവർ, മനസ്സാക്ഷിക്കകത്ത് ഒരുപാട് ദുഃഖങ്ങൾ പേർന്നവർ വരട്ടെ എന്നാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ഇന്ന് രാവിലത്തെ സംസാരം. ആമേൻ. വന്നാൽ നിങ്ങൾ പരിഹാരം കാണും. കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഓടുക കർത്താവിലേക്ക്. ഇന്നത്തെ ദിവസം, ഈ ആഴ്ചയുടെ ഈ ആദ്യ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഐ വിൽ ട്രീറ്റ് യു. ഞാൻ കാര്യങ്ങളെ നോക്കാം, ഞാൻ നിങ്ങളെ ചികിത്സിക്കാം, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് ഇടപെടാം. യേശു ഇത്ര ഹൃദ്യമായി നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ എന്തൊക്കെയോ മാനദണ്ഡങ്ങളുടെ പേരിൽ ദൈവത്തെക്കാൾ വലുതായി നമ്മുടെ ഒരുക്കത്തെ നമ്മൾ കാണരുത്. കർത്താവിൻ്റെ കാരുണ്യത്തെക്കാൾ നമ്മുടെ ഏതാണ്ടൊക്കെ അജണ്ടകൾ, ചിന്താഗതികൾ വലിയ സംഭവമാണെന്ന് പിടിച്ചുകൊണ്ട് നിൽക്കരുത്. ഞാൻ തകർന്നവനാണെന്നുള്ള ബോധ്യവും ദൈവത്തിൻ്റെ കാരുണ്യം എനിക്കുണ്ടെന്നുള്ള ഉറപ്പും ഇന്ന് രാവിലെ സമ്മേളിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ധൈര്യം. ഞങ്ങളുടെ ദൈവമേ, പ്രിയപ്പെട്ട പിതാവേ, ഒരുപാട് സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകുന്ന ദൈവാലോചനയുടെ മുമ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത്.
യേശു ഞങ്ങളെ നന്നായി മനസ്സിലാക്കുന്നു എന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം കിട്ടാനില്ല. കർത്താവിന് എന്നെ അറിയാം, എൻ്റെ പേരറിയാം, എൻ്റെ മനസ്സറിയാം, എന്നെ നന്നായി അറിയാം. ഈ തീരുമാനവും തിരിച്ചറിവുമാണ് ഞങ്ങളുടെ ബലം. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒത്തിരി വിജയങ്ങളും അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ. പോകുന്ന വഴികളിലെല്ലാം ഇവർക്ക് വിശാലമായ ദൈവാനുഗ്രഹത്തിൻ്റെ ഏടുകൾ ഓരോന്നോരോന്നായി തുറക്കട്ടെ. എൻ്റെ ദൈവമക്കളെല്ലാം ആയിരിക്കുന്നിടത്തു നിന്ന് അവർ ബലവാന്മാരും അനുഗ്രഹീതരുമായിരിക്കട്ടെ. ഇന്നിവരുടെ കൈ നിറയെ പണം നൽകണമേ. ഇന്നിവരുടെ വീട് നിറയെ സന്തോഷം നൽകണേ. ഇന്നിവരുടെ മനസ്സ് നിറയെ സമാധാനം നൽകണേ. ഇവർ വളരെ എനർജറ്റിക് ആയിരിക്കട്ടെ. സകല കാര്യങ്ങളിൽ നല്ല മൂടുള്ളവരായിരിക്കട്ടെ. ആരുടെയും ഇടപാടുകളാൽ ഒരു ഡിസ്ട്രാക്ഷൻസിനാലും മനസ്സിൻ്റെ നില താളം തെറ്റിപ്പോകാതെ ക്രിസ്തുവിൻ്റെ സ്നേഹാനുഭവത്തിൻ്റെ ഭദ്രതാബന്ധത്തിൽ മിടുക്കരായി ഇവർ തുടരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദേ കർത്താവ് കൂടെ ഇരിക്കുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിലെ ആരാധന അത് മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു 4 കൊടുന്നകവലയുണ്ട്. അവിടെ നിന്ന് പോലീസ് പരേഡ് ഗ്രൗണ്ടിലോട്ട് കയറുന്ന വഴി ചോദിച്ചാൽ മതി. ജസ്റ്റ് അങ്ങോട്ട് കയറുമ്പോൾ മനോഹരമായൊരു ആൽമരം നിൽപ്പുണ്ട് റോഡിൻ്റെ വലതു ഭാഗത്ത്. ആ ആൽമരത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലാണ്. ലിഫ്റ്റിലോട്ട് കയറുക, 7ാമത്തെ ബട്ടൺ ഞെക്കുക, കയറിപ്പോരുക. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 9:30 നമ്മുടെ ആരാധനകൾ ആരംഭിക്കും. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആദ്യം കാണുന്നവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലോ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.